ആക്ച്വലി നമ്മൾ ഫാമിലിയിലൂടെ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തതാണ്, പക്ഷെ ഞാൻ വീണ്ടും അതൊന്ന് മാറ്റി അപ്ലോഡ് ചെയ്യാണ്. കാരണം ഞാൻ അതിലൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിൽ തെറ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് അത് എനിക്ക് പറ്റിയ തെറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഫൈനൽ ആൻസർ കീയിൽ അവർ ആ ക്വസ്റ്റ്യന്റെ ആൻസർ മാറ്റിയിട്ടുണ്ടായിരുന്നു എയ്ബിന്റെ. ഞാൻ അത് വേണ്ട വിധം ശ്രദ്ധിക്കാതെയാണ് അതിന് ഉത്തരം പറഞ്ഞത്. നമ്മുടെ ഒരു വ്യൂവർ അത് നോട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, അപ്പം ആ വീഡിയോ കിടന്ന് ഓടണ്ട എന്ന് ഓർത്തിട്ടാണ് ഞാനത് മാറ്റിയിട്ട് ഇപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ ആ ക്വസ്റ്റ്യൻ അപ്പൊ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, when may two persons be said to be related to each other by half blood in accordance with the Hindu Marriage Act? 8 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ വരുന്നത്. അപ്പൊ അതിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അപ്പൊ ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്ന ഹാഫ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ റിലേഷൻ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻ എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് ഒരു കോമൺ ആൻസസ്ട്രും സെയിം വൈഫിൽ നിന്നും ഡിസെൻഡ് ചെയ്യുന്ന ആൾക്കാരാണോ. രണ്ടാമത്തത് കോമൺ ആൻസസ്ട്രും ഡിഫറെന്റ് വൈഫിൽ നിന്നും ഡിസെൻഡ് ചെയ്യുന്ന ആൾക്കാരാണോ. കോമൺ ആൻസസ്ട്രസും ഡിഫറെന്റ് ഹസ്ബൻഡ്സും ആണെങ്കിൽ അങ്ങനെ ഡിസെൻഡ് ചെയ്ത് വരുന്നവരാണോ എന്നുള്ളതാണ് ഹാഫ് ബ്ലഡ് എന്നുള്ളത്. അപ്പൊ ഏതിന്റെങ്കിലും ഡെഫിനിഷൻ ആണ് അല്ലെങ്കിൽ എന്തിന്റെങ്കിലും അർത്ഥമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ആദ്യം എന്താ ഡെഫിനിഷൻ ക്ലോസ് ചെയ്ത് നോക്കുക എന്നുള്ളത്. നമ്മൾ ബെയർ ആക്ടിന്റെ ഇൻഡെക്സ് എടുത്ത് നോക്കുമ്പോൾ ഈ ഹാഫ് ബ്ലഡ് കണ്ടു എന്ന് വരില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരികയാണ്, ഹാഫ് ബ്ലഡ്, ഫുൾ ബ്ലഡ്, യൂട്രിൻ ബ്ലഡ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് ഡെഫിനിഷൻ ഏരിയയിലായിരിക്കും കിടക്കുന്നത്. നമ്മൾ ഇതേ സെക്ഷൻ 3 ഡെഫിനിഷൻ നോക്കുമ്പോൾ ഈ സി കണ്ടോ, ക്ലോസ് സിയിൽ ഫുൾ ബ്ലഡ്, ഹാഫ് ബ്ലഡ് പറയുന്നുണ്ട്. അതിൽ ടു പേഴ്സൺസ് ആർ സെഡ് ടു ബി റിലേറ്റഡ് ടു ഈച്ച് അതർ ബൈ ഫുൾ ബ്ലഡ് വെൻ ദേ ആർ ഡിസെൻഡഡ് ഫ്രം എ കോമൺ ആൻസിസ്റ്റർ ബൈ ദ സെയിം വൈഫ്, അത് ഫുൾ ബ്ലഡ് ആണ്. ഇനി ഹാഫ് ബ്ലഡ് ആവുമ്പോൾ എന്താണ്, കോമൺ ആൻസിസ്റ്ററും ഡിഫറെന്റ് വൈഫ്സും, അതായത് ഒരച്ഛനും രണ്ട് ഭാര്യമാരിൽ ആയിട്ട് മക്കൾ ഉണ്ടാവുമ്പോൾ അവര് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നതിനാണ് ഹാഫ് ബ്ലഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഈ ക്വസ്റ്റ്യൻ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തെറ്റിച്ച് പറഞ്ഞത്. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ജനറലി നോട്ട് കൺസിഡേർഡ് ആസ് എ വാലിഡ് കണ്ടീഷൻ ഓഫ് ഹിന്ദു മാരേജ്. ഹിന്ദു മാരേജിന്റെ കണ്ടീഷൻ അല്ലാത്തത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു ഇത്തിരി എന്താണ്, ഓക്കെ 1955 അനുസരിച്ചിട്ട് ഹിന്ദു മാരേജിന്റെ വാലിഡ് കണ്ടീഷൻ അല്ലാത്ത ഇത് നിങ്ങൾ ബെയർ ആക്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം കൃത്യമായി ഉത്തരം കിട്ടിയെന്ന് വരില്ല. കാരണം ഇതിന്റെ ഉത്തരം ശരിക്കും വരേണ്ടത് ദ പാർട്ടീസ് ഷുഡ് ബി വിത്തിൻ ദ ഡിഗ്രി ഓഫ് പ്രൊഹിബിറ്റഡ് ഡിഗ്രി റിലേഷൻഷിപ്പ് എന്നാണ് ഫൈനൽ ആൻസർ കീയിൽ അവർ തന്നിരിക്കുന്നത്. അത് തന്നെയാണ്, കാരണം പാർട്ടീസ് പ്രൊഹിബിറ്റഡ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പിൽ ആവാൻ പാടില്ല എന്ന് തന്നെയാണ് ഹിന്ദു മാരേജ് ആക്ടിൽ പറയുന്നത്. പക്ഷേ ഇതിന്റെ ആൻസർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡി ആയിട്ടും പറയാം. കാരണം അമെൻഡ് ചെയ്ത് വന്ന സമയത്ത് നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ, ബെയർ ആക്ട് എടുത്ത് നോക്കുമ്പോൾ അമെൻഡ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ, അതായത് ഈ കണ്ടീഷൻസ് ഓഫ് ഹിന്ദു മാരേജിൽ സ്പൗസ് ഉണ്ടാവാൻ പാടില്ല, പിന്നെ കൺസെന്റ്, വാലിഡ് കൺസെന്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാവാൻ പാടില്ല, അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് കൊണ്ട്, പിന്നെ മെന്റൽ ഡിസോർഡർ കൊണ്ട് ഇതാവാൻ പാടില്ല, അല്ലെങ്കിൽ അൺഫിറ്റ് ഫോർ മാരേജ് ആവാൻ പാടില്ല, പ്രൊക്രിയേഷൻ ഓഫ് ചൈൽഡ് പറ്റാത്ത അവസ്ഥയിലാവാൻ പാടില്ല, ഇൻസാനിറ്റി ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നുണ്ടോ, അതായത് ഇവിടെ ഡിലീറ്റ് ചെയ്തതാണ് ഈ എപ്പിലെപ്സി എന്ന് പറയുന്നത്. അപ്പൊ ബെയർ ആക്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കണ്ടീഷൻ കിട്ടിയെന്ന് വരത്തില്ല. പിന്നെ ദ പാർട്ടീസ് ആർ നോട്ട് വിത്തിൻ ദ പ്രൊഹിബിറ്റഡ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അപ്പം ഇത് 1955 ആക്ട് കൊണ്ടുവരുന്ന സമയത്ത് എപ്പിലെപ്സി ഉണ്ടായിരുന്നു. എപ്പിലെപ്സി ഉണ്ടെങ്കിൽ മാരേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അത് അമെൻഡ് ചെയ്ത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സെൻസ് നമുക്ക് പറയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരം, അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ അല്ല, ഇതിന്റെ ഉത്തരമായിട്ട് പറയാൻ പറ്റുന്നത് ദ പാർട്ടി ഷുഡ് ബി വിത്തിൻ ദ ഡിഗ്രി ഓഫ് പ്രൊഹിബിറ്റഡ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവര് ആൻസർ കീ ഫസ്റ്റ് പ്രൊവിഷണൽ തന്ന സമയത്ത് ഉത്തരം എപ്പിലെപ്സി ആയിരുന്നു. പിന്നെ അവർ കറക്റ്റ് ചെയ്ത് നമ്മൾ ഫൈനൽ ആൻസർ കീയിലാണ് എന്താണ് വിത്തിൻ ദ ഡിഗ്രി ഓഫ് പ്രൊഹിബിറ്റഡ് റിലേഷൻഷിപ്പ്. അപ്പൊ ഇത് നമുക്ക് ബെയർ ആക്ട് വെച്ചിട്ട് ഉത്തരം എഴുതാൻ പറ്റില്ല, കാരണം ബെയർ ആക്ട് വെച്ചിട്ട് എഴുതിയിട്ടാണ് നമുക്ക് ഈ എപ്പിലെപ്സി അല്ല എന്നുള്ളത് വരുന്നത്. പിന്നെ അതിൽ ആ ഒരു ഓപ്ഷൻ ബി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ പാർട്ടി ഷുഡ് നോട്ട് ബി വിത്തിൻ ഡിഗ്രി ഓഫ് പ്രൊഹിബിറ്റഡ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ആയിരുന്നെങ്കിൽ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആയിട്ട് വന്നേനെ. ഓക്കെ, അപ്പം അതൊരു ചെറിയ കൺഫ്യൂഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺഫ്യൂഷൻ ഒന്നും ഇല്ല, അതായത് ബെയർ ആക്ട് എടുത്ത് വെച്ച് നോക്കിയാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. അതല്ലെങ്കിൽ
എന്താണ് ഡയറക്റ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1955 ആക്ട് പ്രകാരം ഈ പറയുന്ന പ്രൊഹിബിറ്റഡ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പിൽ ഉള്ളിലാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഒരു വ്യൂവർ ആണ് കറക്റ്റ് ചെയ്തതെന്ന്. താങ്ക് യു സോ മച്ച്. അല്ലെങ്കിൽ ഒത്തിരി പേർക്ക് ആ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഇത് തെറ്റായിട്ട് അത് അവിടെ നിന്നേനെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 13 ക്ലോസ് 1 ഹിന്ദു മാരേജ് ആക്ടിന്റെ ഏതാണ് ഗ്രൗണ്ട് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അത് എന്താണ് ഗ്രൗണ്ട് ഫോർ ജുഡീഷ്യൽ സെപ്പറേഷൻ ആൻഡ് ഡിവോഴ്സ് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം വരുന്നത്. റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് സെക്ഷൻ 9 പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അതും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബൈറാക്കിൽ സെക്ഷൻ 13 ക്ലോസ് 1 നോക്കുമ്പോൾ മനസ്സിലാവാൻ പറ്റും. ഇനി മുസ്ലിം ലോയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അറബിക് വേർഡ്സ് യൂസ് ചെയ്യേണ്ട വരുന്നത്. അപ്പൊ അത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. വാലിഡ് മാരേജിന് എന്ത് പറയുന്നു, വോയിഡ് മാരേജിന് എന്ത് പറയുന്നു, ഇറഗുലർ മാരേജിന് എന്ത് പറയുന്നു, വോയിഡബിൾ മാരേജിന് എന്ത് പറയുന്നുള്ളത്. അപ്പൊ ബാറ്റിൽ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം വോയിഡ് മാരേജ് എന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള ടേംസ് പഠിച്ചു വെക്കണം എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വൺ, അടുത്തതും തലാഖിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ പലതരത്തിലുള്ള തലാഖുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. തലാഖ് ഹസൻ, തലാഖ് ഹസൻ, പിന്നെ തലാഖ് തഫീസ്, തലാഖുൽ സുന്നത്ത്, ഇതെല്ലാം ഓരോ തലാഖുൽ ബിദത്ത്, ട്രിപ്പിൾ തലാഖിനെ എന്ത് പറയുന്നു, ഇതെല്ലാം പല ടൈപ്പ് ഓഫ് തലാഖാണ്. പിന്നെ ഖുല, മുബാറത്ത്, അങ്ങനെ പല ടൈപ്പ് ഓഫ് തലാഖ്സിനെ കുറിച്ച് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഏത് ഓരോ തലാഖും എന്തിനെ കറസ്പോണ്ട് ചെയ്യുന്നു എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് കാണാതെ പഠിച്ചിട്ട് പോകേണ്ട ഒരു ഏരിയ ആണ്. ഫാമിലി ലോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനഃപ്പാടമാക്കി കൊണ്ടുപോകണം. അതിലൊന്നാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ കോൺട്രാക്ട് ഓഫ് മാരേജ് വിച്ച് മേ ബി ഡിസോൾവ്ഡ് ബൈ വൈഫ് അണ്ടർ ദ പവർ ഡെലിഗേറ്റഡ് ടു ഹെർ. അതായത് വൈഫിന് മാരേജ് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ് ഓഫ് തലാഖ് ഏതാണ്, അതിൽ തന്നെ അവർക്ക് ആര് പവർ നൽകിയിട്ടുണ്ട്, ഹസ്ബൻഡ് പവർ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഡിസോൾവ് ചെയ്തോളൂ എന്നുള്ളത്. അതിനുത്തരം തലാഖി തഫീസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹിന്ദു ബോയ് ആൻഡ് എ ഹിന്ദു ഗേൾ മേ ബി മാരീഡ് അണ്ടർ ദ ഫോളോയിങ് ലോ. അതിൽ പെട്ടെന്ന് ഉത്തരം എഴുതും ഹിന്ദു മാരേജ് ആക്ട് എന്നുള്ളത്. ഹിന്ദു മാരേജ് ആക്ട് മാത്രമല്ല സ്പെഷ്യൽ മാരേജ് ആക്ടും വരും. ബോത്ത് 1 and 2 ആർ കറക്റ്റ്. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരവും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരവും ഒരു ഹിന്ദു ബോയ്ക്കും ഹിന്ദു ഗേളിനും കല്യാണം കഴിക്കാൻ പറ്റുന്നതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ഇനി question number 57, through which of the following amendment act the right in the co-partnership property is made available to a girl child as well. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഹിന്ദു സക്സഷൻ അമെന്റ്മെന്റ് ആക്ട് 2005 എന്ന് പറയുന്നത്. ഈ 2005 അമെന്റ്മെന്റ് ആക്ടിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, കോപാർട്ട്ണർ എന്നുള്ളതിൽ ഗേൾ ചൈൽഡും വരും, കോപാർട്ട്ണറി പ്രോപ്പർട്ടിയിൽ അവർക്കും അവകാശം വരും എന്നുള്ളത്. ഇനി അടുത്തത് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ടിൽ നിന്നുള്ള ചോദ്യമാണ്. അതായത് ഒരു അഡോപ്റ്റീവ് ഫാദറും അഡോപ്റ്റീവ് ഡോട്ടറും തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് എത്രയായിരിക്കണം എന്നുള്ളതാണ്. 21 years ആണ് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ കണ്ടീഷൻസ് പറയുമ്പോൾ ആർക്കാണ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിൽ തന്നെ ഒരു മെയില് ഫീമെയിലിനെ അഡോപ്റ്റ് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻസ് പറയുന്നുണ്ട്, ഒരു ഫീമെയിൽ മെയിലിനെ അഡോപ്റ്റ് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻസ് പറയുന്നുണ്ട്. 21 years തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതിനകത്ത് ഇപ്പൊ ഞാൻ 18 ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഒത്തിരി കൺഫ്യൂസിംഗ് ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പലതരത്തിലുള്ള കേസുകൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഇതിനു മുമ്പ് പിന്നൊരു നമ്മൾ ഈ ഫാമിലി ലോയിലെ കേസസ് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇത് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ അല്ല. ഇതിനകത്ത് എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എയ്ബിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതിൽ ആദ്യത്തേതാണ് സർല മുദ്ഗൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1955 വന്ന കേസാണ്. ഈ കേസിൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹിന്ദു ആയിട്ടുള്ള പുരുഷൻ മതം മാറുന്നു. അപ്പൊ ഹിന്ദു ആയിരിക്കുന്ന സമയത്ത് ഇയാൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് അയാൾ കൺവേർട്ട് ചെയ്യുന്നു. ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്ലാമിക് പേഴ്സണൽ ലോ അനുസരിച്ചിട്ട് ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്യാം. അപ്പം ഓൾറെഡി ഇയാളുടെ ഒരു വാലിഡ് ഹിന്ദു മാരേജ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇയാൾ മുസ്ലിം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അയാൾക്ക് വീണ്ടും വിവാഹം കഴിക്കാൻ പറ്റുമോ, അയാളുടെ രണ്ടാമത്തെ മാരേജ് വാലിഡ് ആണോ എന്നൊക്കെ ഉള്ളതായിരുന്നു ഇതിലുള്ള ചോദ്യം. അപ്പൊ കോടതി ഇതിനകത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദു ഹസ്ബൻഡ് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് വേറെ വിവാഹം ചെയ്തു കഴിഞ്ഞാലും ഇയാളുടെ ആദ്യത്തെ വിവാഹം, അതായത് ഹിന്ദു മാരേജിൽ ഉള്ള വിവാഹം എന്ത് ചെയ്യും, അത് നിലനിൽക്കും, അത് വാലിഡ് ആയിരിക്കും. മാത്രമല്ല ആദ്യത്തെ മാരേജ്, ആ ഹിന്ദു മാരേജ് പ്രകാരമുള്ള ഇത് ഡിസോൾവ് ചെയ്യാതെ രണ്ടാമത് അയാൾ കല്യാണം കഴിച്ചത് വോയിഡ് ആണ് എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്തത്. ബൈഗമി അന്ന് IPC ആണല്ലോ, അപ്പൊ 494 ബൈഗമി എന്നുള്ളത് തന്നെ വരും എന്ന് തന്നെയാണ്
കോടതി അതിനകത്ത് പറഞ്ഞത്. ഓക്കെ, ഇനി ഗീത ഹരിഹരൻ വേഴ്സസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ, അതായത് അച്ഛനാണോ അമ്മയാണോ ആരാണ് നാച്ചുറൽ ഗാർഡിയൻഷിപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് അതിന്റെ ഒരു കൺഫ്യൂഷൻ, ആ ഒരു തർക്കമാണ് ഇതിനകത്ത് പരിഹരിച്ചത്. കോടതി പറഞ്ഞു അമ്മയും അച്ഛനും നാച്ചുറൽ ഗാർഡിയൻസ് ആണ്, പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അമ്മയ്ക്കാണ് പ്രൈമറി ഗാർഡിയൻ, അതായത് കുട്ടിയുടെ ക്ഷേമത്തിന് അമ്മയ്ക്കാണ് പ്രൈമറി ഗാർഡിയൻ എന്നുള്ളൊരു രീതിയിൽ ആക്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞൊരു അമ്മയുടെ റൈറ്റ്സിന് കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തൊരു കേസാണ് ഗീത ഹരിഹരൻ വേഴ്സസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ ശ്യാംലാൽ വേഴ്സസ് സഞ്ജീവ് കുമാറിൽ, അതായത് ഡിവോഴ്സിന് ശേഷമുള്ള റീമാരേജ് എപ്പോഴായിരിക്കണം, അത് വാലിഡ് ആവുന്നത് എപ്പോഴാണ്, അതായത് ഒരു അപ്പീല്, നമ്മുടെ ഡിവോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്പീല് പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും റീമാരി ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതിൽ കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പീല് പെൻഡിങ് ആയി ഇരിക്കുന്ന സമയത്ത് നമുക്ക് റീമാരി ചെയ്യാൻ പറ്റില്ല, അത് ഇൻവാലിഡ് ആണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി അടുത്ത കേസാണ് സീമ വേഴ്സസ് അശ്വിനി കുമാർ 2006. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ മാൻഡേറ്ററി ആയിട്ട് മാരേജസ് രജിസ്റ്റർ ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജസ് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയും ലീഗൽ സ്റ്റാറ്റസ് ഓഫ് ദ പാർട്ടീസിനെ അഫക്ട് ചെയ്യും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് രജിസ്റ്റർ ചെയ്യപ്പെടാത്ത വിവാഹമായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഫ്രോഡുകളും മാരിറ്റൽ സ്റ്റാറ്റസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്പ്യൂട്ടും ഒക്കെ വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ കോടതി ഇതിനകത്ത് ഏത് മതവിഭാഗമാണെന്നുണ്ടെങ്കിലും രജിസ്റ്റർ ചെയ്തിരിക്കണം, അതായത് വിവാഹം ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി രജിസ്റ്റേർഡ്, അത് മാൻഡേറ്ററി ആണ് എന്ന് പറഞ്ഞ കേസാണ് സീമ വേഴ്സസ് അശ്വിനി കുമാർ എന്നുള്ളത്. ഇനി അടുത്തത് നമുക്ക് മുസ്ലിം ലോയിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസുകൾ നോക്കാം. ഷറയ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ തലാഖ് കോൺസ്റ്റിറ്റ്യൂഷണലി ഇൻവാലിഡ് ആണ് എന്ന് പറയുകയും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അത് ആർട്ടിക്കിൾ 14 എതിരാണ്, അത് പ്രൊഹിബിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ കേസാണ് ഷറയ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്. ഇനി ദാനിയൽ ലത്തീഫി പറയുന്നതിന് മുമ്പ് നമുക്ക് മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷബാനു ബീഗം കേസ് പറയണം. 1985 അത് മെയിൻ്റനൻസ് സെക്ഷൻ 125 അനുസരിച്ചിട്ട് ഒരു മുസ്ലിം ഭർത്താവ് അവരുടെ ഭാര്യയ്ക്ക് 125 അനുസരിച്ചിട്ട് മെയിൻ്റനൻസ് കൊടുക്കണമെന്നുള്ളതാണ്. കാരണം മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ചിട്ട് നമ്മൾ ഇദ്ദ പീരീഡ് വരെ വരെ എന്ത് ചെയ്താൽ മതി, മെയിൻ്റനൻസ് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പം അതിനുശേഷം മെയിൻ്റനൻസ് കൊടുക്കണ്ട. അപ്പം ഇവര് സെക്ഷൻ 125 അനുസരിച്ചിട്ട് മെയിൻ്റനൻസിന് അപേക്ഷിക്കുകയുണ്ടായി. അപ്പൊ കോടതിയിൽ അത് വളരെയധികം പേഴ്സണൽ ലോനെ ബാധിക്കുന്ന കാര്യമൊക്കെ ആയിരുന്നു. ഭയങ്കരമായിട്ട് ചർച്ച നടന്ന ഒരു കേസാണ്. അന്നത്തെ പൊളിറ്റിക്കലി ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ്. അപ്പൊ സുപ്രീം കോർട്ട് അതിനകത്ത് പറഞ്ഞു മുസ്ലിം വുമണിന് സെക്ഷൻ 125 അനുസരിച്ചിട്ട് പേഴ്സണൽ ലോയിൽ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് മെയിൻ്റനൻസ് കിട്ടും എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ മെയിൻ്റനൻസ് കിട്ടും എന്ന് പറഞ്ഞ് ഇത് ചെയ്തപ്പോ ഈ അന്നത്തെ ഒരു പൊളിറ്റിക്കൽ പ്രഷറും ഇതുമൊക്കെ കാരണം അന്നിരുന്ന സർക്കാർ ഒരു മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് 1986 എന്ന് പറഞ്ഞൊരു നിയമം ഉടനെ പാസ്സാക്കുകയും ആ നിയമത്തിൽ ഇദ്ദ പീരീഡ് വരെ തന്നെയാണ് അവർക്ക് അവകാശമുള്ളത് എന്നുള്ള രീതിയിൽ പറയുകയൊക്കെ ചെയ്തു. ആക്ച്വലി ഈ ഒരു ഡിസിഷൻ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആക്ട് വരുന്നത്. അപ്പൊ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് വന്ന കേസാണ് ദാനിയൽ ലത്തീഫി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. പക്ഷെ ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദാനിയൽ ലത്തീഫിൽ സുപ്രീം കോർട്ട് പറഞ്ഞു ഈ നിയമം മുസ്ലിം വുമന്റെ റൈറ്റ് ടു മെയിൻ്റനൻസിനെ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഡിപ്രൈവ് ചെയ്യുന്നില്ല, അത് കോൺസ്റ്റിറ്റ്യൂഷണലി കൺഫേം ആയിട്ടാണ്. കാരണം മുസ്ലിം വുമന് സെക്ഷൻ 125 അനുസരിച്ചിട്ട് മെയിൻ്റനൻസ് കിട്ടും, അവർക്ക് ആ മെയിൻ്റനൻസ് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത് തന്നെയാണ് ഇത്. അങ്ങനെ ഒരു നിയമം മീൻസ് സെക്ഷൻ 125 CRPC നിൽക്കുന്നിടത്തോളം കാലം മുസ്ലിം വുമന് അത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഷമി മാറ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP അതിലും മെയിൻ്റനൻസിനെ കുറിച്ച് തന്നെയാണ് ഇത് ചെയ്തത് തലാഖിന് ശേഷം. അപ്പൊ ഇതില് മെയിൻ്റനൻസിന്റെ കേസ് ആണെന്നെങ്കിലും നമ്മൾ പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലാഖ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാതെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം തലാഖ് ചൊല്ലുമ്പോഴും അത് പ്രോപ്പറായിട്ട് പ്രൊനൗൺസ് ചെയ്യണം. ഖുറാനിൽ പറഞ്ഞിട്ടുള്ള കൃത്യമായ, അതായത് വാലിഡ് റീസൺ ഫോർ ഡിവോഴ്സ് എന്താന്ന് പറയണം, റീകൺസിലിയേഷന്റെ എഫേർട്സ് ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് അത്തരത്തിലുള്ള ഒരു വാലിഡ് പ്രൊസീജിയറോ അല്ലെങ്കിൽ എഫേർട്സോ ഒന്നും ഇല്ലാതെ നടത്തുന്ന തലാഖ് ഇൻവാലിഡ് ആണ് എന്നുള്ളതാണ്. അങ്ങനെ അവർക്ക് മെയിൻ്റനൻസ് കിട്ടും എന്നുള്ളതാണ് അതിൽ പറഞ്ഞത്. ഇനി ഈ ട്രിപ്പിൾ തലാഖ് ബാൻ ചെയ്ത് നമുക്ക് വന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ആക്ട് ആണ് മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ട് ഓഫ് 2019 എന്ന് പറയുന്നത്. അതിൽ പൂർണ്ണമായിട്ടും ട്രിപ്പിൾ തലാഖ് ബാൻ ചെയ്തിട്ടുണ്ട്. അത് പെർഫോം ചെയ്യുന്നവർക്ക് പണിഷ്മെന്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയുമാണ് ഇതിനകത്ത് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്.